കേരളത്തിലെ ലഹരി വ്യാപനത്തെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ അന്വേഷണ റിപ്പോർട്ടാണ് 24 കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. നിങ്ങൾക്കറിയാം, 14 ജില്ലകളിലൂടെ നമ്മൾ നടത്തിയ 30-ലധികം ദിവസങ്ങൾ കടന്നുപോയ ഈ യാത്ര കോഴിക്കോട് ബീച്ചിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഈ 14 ജില്ലകളിലും അഭൂതപൂർവമായ ജനങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്. മൊത്തം ഇത്രയധികം ജനങ്ങൾ പങ്കെടുക്കുന്നൊരു പ്രതീക്ഷ ഈ പരിപാടി തുടങ്ങുമ്പോൾ നമുക്കുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോട് ഞാൻ സ്വകാര്യമായി നടത്തിയ സംഭാഷണത്തിൽ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ കർക്കശമായ തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ പള്ളിക്കൂടങ്ങളും വിദ്യാലയങ്ങളും കേന്ദ്രമാക്കി തന്നെയാണ് ഈ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അവരെ തച്ച് തകർത്തില്ലെങ്കിൽ നമ്മുടെ തലമുറയുടെ ഭാവി വലിയ അപകടത്തിലാകും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കാമോ, നടപടികൾ എടുക്കാമോ, എല്ലാം കർക്കശമായി എടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ലഹരി വിൽപ്പന, ആരൊക്കെയാണ് ഈ ലഹരി വ്യാപാരത്തിന് ചുക്കാൻ പിടിക്കുന്നത്, ഇതൊക്കെ ഈ റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലെ രഹസ്യ വിവരങ്ങൾ മാത്രം 24 പുറത്തുവിടുന്നില്ല. അതിൽ പക്ഷേ തുടരന്വേഷണം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമേ നമ്മൾ ഈ രഹസ്യ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളൂ. ആഭ്യന്തര വകുപ്പിൻ്റെ ചാർജ് കൂടി മുഖ്യമന്ത്രിക്കുണ്ട് എന്നതുകൊണ്ടാണ് ഈ വിവരങ്ങൾ അദ്ദേഹത്തിന് കൈമാറിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആരുടെയും മുഖം നോക്കിയിട്ടില്ല എന്ന് എടുത്തു പറയുന്നു. റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ലഭിച്ച രഹസ്യ വിവരങ്ങളും ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ പേര് വിവരങ്ങളും മാഫിയയുടെ വിവിധയിടങ്ങളിലെ പ്രവർത്തന ശൈലിയും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു സമഗ്ര അന്വേഷണ റിപ്പോർട്ടാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത്. റിപ്പോർട്ട് പരിശോധിച്ച് വിശദ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളും ക്യാമ്പസുകളും ലഹരി വിമുക്തമാക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശ്രീകണ്ഠനാരുടെ ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ, ലഹരിക്കെതിരായിട്ടുള്ള മുന്നേറ്റം. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും നല്ല വരവേൽപ്പാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിവരങ്ങളും അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി എനിക്ക് നൽകിയിരുന്നു. ആ വിവരങ്ങളിൽ നല്ലൊരു ശതമാനം സ്കൂൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടുന്ന വിവരങ്ങളാണ് ഉള്ളത്. കൗമാരക്കാരായ വിദ്യാർത്ഥികൾ മുതൽ പ്രൊഫഷണലുകൾ വരെ ലഹരി മാഫിയയുടെ കാരിയർമാരായി പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന നിർണായക വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലെ ടെലിഫോൺ ടവറുകളും വൈദ്യുത പോസ്റ്റുകളും കേന്ദ്രീകരിച്ചു പോലും മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ വിതരണ ശൃംഖലയുണ്ടാക്കി. കുടുംബങ്ങളെന്ന പോലെ കാറിൽ സഞ്ചരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങളും വീടുകൾ കേന്ദ്രീകരിച്ച് വിപണനം നടത്തുന്നവരുടെ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളെയും കൊറിയർ സർവീസുകളെയും സ്വകാര്യ ദീർഘദൂര ബസ് സർവീസുകളെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളും ഇറച്ചിക്കോഴിയും എത്തിക്കുന്ന വാഹനങ്ങളെയും മയക്കുമരുന്ന് സംഘങ്ങൾ ലഹരിക്കടത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. ലോകത്താദ്യമായിരിക്കും ഒരു മാധ്യമപ്രവർത്തകന്റെ മാധ്യമ ജീവിതം ലഹരിക്കെതിരായ യാത്രയായി മാറുന്നത്. ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് തികച്ച വേളയിലാണ് SKN40 അരുതക്രമം അരുത് ലഹരി ജനജാഗ്രത കേരള യാത്ര സംഘടിപ്പിക്കപ്പെട്ടത്. മാർച്ച് 16 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്ര 14 ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ 20 കോഴിക്കോട് ബീച്ചിൽ ജനലക്ഷങ്ങളുടെ സാന്നിധ്യത്തിൽ സമാപിച്ചു. 40 മഹത്തായ വർഷങ്ങൾ തന്റെ കർമ്മപഥത്തിൽ പൂർത്തിയാക്കിയ ഒരു മനുഷ്യൻ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് തന്റെ സഹപ്രവർത്തകരുടെ കൈപിടിച്ച് ആ കത്തിയാളുന്ന വെയിൽച്ചൂടിലേക്ക് കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് ഒരു ദൗത്യമായി ഇറങ്ങാൻ കാരണമുണ്ട്. യാത്രയ്ക്ക് കേരളത്തിലുടനീളം വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. യാത്ര ജനങ്ങൾ ഏറ്റെടുത്തതോടെ കേരളത്തിൽ ലഹരിക്കെതിരായ പരിശോധനകൾ വർദ്ധിച്ചു. പൊതുജനങ്ങളുടെ ജാഗ്രത കൂടി. കേസുകളുടെ എണ്ണം കുറഞ്ഞു. ഒരൊറ്റ MDMA വിൽപ്പനക്കാരനും കേരളത്തിൽ ഉണ്ടാകരുത്. എല്ലാ MDMA കാരനും കേരളം വിട്ടു പോകണം.
MDMA-ക്കാരനും ലഹരിക്കാരനും വേര് പിടിക്കാനുള്ള മണ്ണല്ല കേരളമെന്ന് നമ്മളെല്ലാവരും 1 ലക്ഷം ആളുകൾ ഒരേ ശക്തിയോടെ വിളിച്ചു പറയും. യാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിൽ യാത്രയിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് വിശദ റിപ്പോർട്ട് നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. നിങ്ങളുടെ യാത്ര ശുഭകരമാവട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എനിക്ക് കൈമാറും. അത് നല്ലതാണ്. തീർച്ചയായിട്ടും ഞാനതൊരു ഒരു ഗവേഷണ ഗ്രന്ഥം പോലെ ഒരു ബുക്കാക്കി അങ്ങേക്ക് അതല്ല എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ ഒന്നിച്ച് നിൽക്കേണ്ട കാര്യമാണല്ലോ. ഇതിനകത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ജനപ്രതിനിധികൾ, എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ, അതാതിടങ്ങളിലെ നാട്ടുകാർ, ഡോക്ടേഴ്സ്, മനഃശാസ്ത്രജ്ഞർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ, ലഹരിയിൽ നിന്ന് മുക്തരായവർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരുമായെല്ലാം യാത്രയിൽ 24 ഗവേഷണ വിഭാഗം വിശദമായ ചർച്ചകൾ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ മാരക വിപത്തിനെ എന്നേക്കുമായി മണ്ണിൽ കുഴിച്ചു മൂടാൻ നിങ്ങൾ എല്ലാ ശക്തിയും സംഘബലം ഉപയോഗിച്ച് സംഘശക്തി കൊണ്ട് ഐക്യദാർഢ്യം കൊണ്ട് നമ്മൾ ഈ നരാധമന്മാരോട് പറയണം, എനിക്ക് പിറന്ന ഈ പച്ചപ്പുള്ള എൻ്റെ മണ്ണിൽ നിനക്ക് വേര് പിടിക്കാൻ ഇടമില്ല. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും നിന്നെ ഈ മണ്ണിൽ നിന്ന് വേരോടെ ഞാൻ പിഴുതെടുത്ത് കളയും എന്ന് നമുക്ക് വിളിച്ചു പറയാൻ സമയമാകുന്നു. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ പോരാടുന്നതിലെ വെല്ലുവിളികൾ, നിയമത്തിലെ പഴുതുകൾ, പുനരധിവാസ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, എക്സൈസ്, പോലീസ് സേനകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പൊതു അവബോധ പരിപാടികളിലെ പരിമിതികൾ എന്നിവയും അവ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. മയക്കുമരുന്നിന്റെ ഉപയോഗം സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം, പൊതുജനാരോഗ്യ രംഗത്തിന് അതുണ്ടാക്കുന്ന വെല്ലുവിളികൾ, സാമൂഹ്യ ബന്ധങ്ങളിലെ തകർച്ച, കുറ്റകൃത്യങ്ങളുടെ വർധന, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്നിവയും റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞു. സ്കൂളുകളിൽ കേന്ദ്രമാക്കിയൊക്കെ തന്നെ ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്. മാത്രമല്ല ചില കുട്ടികളൊക്കെ തന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ MDMA പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടാണ്. നാണക്കേടല്ല, അവരുടെയൊക്കെ ഭാവി എന്താകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ കുറച്ച് സ്കൂളിന് വേണ്ടിയും ക്യാമ്പസുകൾക്ക് വേണ്ടിയും മാറ്റി വയ്ക്കണം. സ്കൂളുകൾ, ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഈ സ്കൂളുകൾക്കും കോളേജുകൾക്കും സംരക്ഷണ സമിതികൾ ഉണ്ടാക്കണം. നമ്മൾ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ഒക്കെ സംരക്ഷണ സമിതി ഉണ്ടാക്കുന്നവരല്ലേ, ഈ സംരക്ഷണ സമിതിയിൽ നാട്ടുകാരുണ്ടാകണം. അതായത് ഒരു കാരണവശാലും അപരിചിതനായ ഒരുവൻ ഒരു സ്കൂൾ വരാന്തയിൽ കിടന്ന് കറങ്ങാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അതുപോലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് പള്ളിക്കൂടത്തിൽ എത്തിയോ എന്ന് രക്ഷകർത്താക്കൾ അന്വേഷിക്കണം, മടങ്ങി വരുമ്പോഴും അന്വേഷിക്കണം. കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിക്കണം, അവരുടെ മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കണം, അവരെങ്ങോട്ടാണ് ആരെയാണ് കാണുന്നതെന്നൊക്കെ പരിശോധിക്കണം. കാരണം ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി പല മാഫിയ പ്രവർത്തകരും ഈ മയക്കുമരുന്ന് വിൽക്കുന്നവരൊക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് പല സ്കൂളുകളുടെയും അടുത്ത് ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ചിലരൊക്കെ നമ്മോട് രഹസ്യമായി പറഞ്ഞതുണ്ട്, ചിലർ പരസ്യമായി പറഞ്ഞതുണ്ട്. പരസ്യവും രഹസ്യവും കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ സ്ഥിതി ലേശം അപകടമാണ്. എക്സൈസും പോലീസും കൂടുതൽ ശക്തമാക്കട്ടെ. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കേരളത്തിൽ അവസാന MDMA-കാരനും നാട് വിടും. അത് വലിയ താമസമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടവും.